നൗഷോ, എന്താടാ അങ്ങനെയൊക്കെ ആയാൽ? പറഞ്ഞൂടെ ഇതെന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാ. പാണക്കാട് തങ്ങന്മാരെ വിവരം പഠിപ്പിക്കാനും അവരെ സ്വഭാവം പഠിപ്പിക്കാനും ഒന്നും ആരും മെനക്കെടണ്ട, അത് അപകടത്തിലാവും. ഇവിടെ ആളുകൾ അവർക്ക് കബൂലിയത്ത് നൽകുന്നത് പൊതുജനങ്ങളാണ്. അത് നൽകുന്നവർ നൽകുമ്പോൾ ഓട്ടോമാറ്റിക് വരുന്ന സംഭവ. അവർ നൽകിക്കഴിഞ്ഞാൽ അതവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് അംഗീകരിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കൂടി കിട്ടുന്നല്ലാതെ. ഇത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കേട്ടില്ല നിങ്ങള്? ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അടിവരയിട്ടിട്ടാ പറയണത് ന്യൂസ് പറയണത് അടിവരട്ടിട്ടാ പറയണത്. ഇത് അടിസ്ഥാനപരമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പാണക്കാട്ടത്തങ്ങന്മാരേറ്റ് തൊട്ട് കളിക്കാനൊന്നും ആരും വരണ്ട, അതിനൊന്നും ഇവിടെ ആരും വളർന്നിട്ടില്ല, അതിനൊന്നും ആയിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇത് അടിസ്ഥാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കും ആ സ്ഥാനം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മുട്ടിത്തങ്ങൾ എന്നൊക്കെ പറയും, അതുപോലെ പലതും ഞങ്ങൾ പറയും. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്തോളി. പാണക്കാട്ടത്തങ്ങളെ എന്നാൽ നീ കേട്ടോളി. ഇവൻ പാണക്കാട്ടത്തങ്ങളെ നമ്മളെ നൗഷു പറയണത് നമുക്കൊന്ന് കേൾക്കാം. നൗഷു പാണക്കാട്ടത്തങ്ങളെ വിളി കേട്ടാൽ നമ്മൾ ആ അന്തം വിട്ടുപോകും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്തിനാറിയോ? ഓൻ ലീഗുകാരും അവൻ്റെ അടുത്ത് നിന്ന് നീച്ചു പോകാതിരിക്കാൻ പതുക്കെ പറയാം നമുക്ക്. ഇപ്പോൾ SK-കാരും വിട്ടു, SSF-കാരും വിട്ടു, പിന്നെ സകല ആൾക്കാരും വിട്ടു. ഇപ്പോൾ ഒരു 4 ലീഗുകാർ അവിടെയും പടിയും ഓനങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓല് പോകാതിരിക്കാൻ വേണ്ടി കൊണ്ട് പറഞ്ഞതാണ്. എന്നാൽ ഓല് കേൾക്കാൻ വേണ്ടിയിട്ട് മുന്നേ പറഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യം നമുക്കൊന്നും കേട്ടു നോക്കുക തങ്ങളെ പറ്റിയിട്ട്. പറയുന്ന ദിവസം ആദ്യം പറഞ്ഞത് ഈ ജാതി സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് സമൂഹത്തെ പറയിപ്പിക്കാൻ പാണക്കാട് തങ്ങളെയാണ് പറയുന്നത്. ഈ ആദി സാധനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് മനുഷ്യ സമൂഹത്തെ പറയിപ്പിക്കാൻ ആര്? മുനവ്വർ അലി തങ്ങളെയാണ് പറയുന്നത്. കേട്ടങ്ങൾ? ഈ ആദി സാധനങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ സമൂഹത്തെ പറയിപ്പിക്കാനെന്ന് പറഞ്ഞത്. ബാക്കി പറയാം. ഞങ്ങള് മറ്റു വിഷയങ്ങളിൽ ഒന്നാണെങ്കിൽ പലതാണെങ്കിൽ ഇതിലൊന്നാണ്. ഇവരാര് പറയാണ് ഞങ്ങൾ വേറെ ആണെങ്കിലും ഞങ്ങൾ ഇതിലൊന്നാണ്, അല്ലെങ്കിൽ മുജാഹിദിനോടൊന്നാണ്, ജമാഅത്തിനോടൊന്നാണ്, അതല്ലെങ്കിൽ APE വിഭാഗത്തിനോട് അല്ലെങ്കിൽ EK വിഭാഗത്തിനോട് പറയാണ്. ഇവൻ്റെ തൊരീക്കത്തിന് ആരും പറയണില്ലേ? ഇവൻ്റെ ആൾക്കാരെ നൗഷാദും ഞങ്ങളും ഒന്നാണെന്ന് ആരും പറയണില്ല. അപ്പൊ പിന്നെ കലി കയറിയിട്ട് പറയണത്. പറയുന്ന ആളോ നേരത്തെ വഹാബി, നേരത്തെ മനസ്സിൽ വഹാബിയാ, തൊപ്പിട്ടൂന്നേ ഉള്ളൂ. തങ്ങളെ പറഞ്ഞിട്ട് നിങ്ങൾ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ നേരത്തെ വഹാബിയാണ്. ഓൻ തൊപ്പിട്ടു എന്നേ ഉള്ളൂ. പാണക്കാട്ട് തങ്ങളെയാണ് പറയണത്. ഓനാന്നിട്ട് പാണക്കാട്ടൊക്കെ ചൂണ്ടിയിട്ട് പാണക്കാട് തങ്ങളായിട്ട് കയറണ്ട എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? എപ്പാ ലീഗാരൊപ്പം കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് വലിയ വലിയ തങ്ങന്മാരാന്ന് പറയുന്നവരൊക്കെ സപ്പോർട്ട്. അത് പാണക്കാട്ടെ തങ്ങന്മാരെ മുഴുവനോട് പറയണേ. അതിനൊക്കെ വലിയ തങ്ങന്മാരാണ് എന്ന് പറയുന്നവരൊക്കെ മുഴുവനും സപ്പോർട്ട്. അപ്പം എന്നാലും അവന് തങ്ങന്മാരാണെന്ന് ഉറപ്പില്ല. ഇതാണ് അവൻ്റെ അവസ്ഥ. മുഴുവൻ ആളുകളും കൈകട്ടി മറുപടി പറയേണ്ടി വരും റബ്ബിന്റെ മുന്നിൽ. ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാനുള്ളതാണോ? മുഴുവൻ ആൾക്കാരും നാളെ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി നിന്ന് മറുപടി പറയേണ്ടിയിരുന്നു. അതൊക്കെ നമുക്ക് മറുപടി പറയുന്നു. നൗസ് കളിക്കണ മാതിരി ആരും കളിക്കണില്ലടാ ദീനേറ്റ്. ഇജ് കളിക്കണ മാതിരി ഒരാളും കളിക്കണില്ല. എൻ്റെ അത്ര ഇബിലീസും കൂടി ഇന്നാൾ തോറ്റിക്കണെന്നാ പറയുന്നത് കേട്ട്. ഇന്നാളിപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു യൂട്യൂബിൽ. ഇബിലീസും കൂടി നാണിച്ച് മടങ്ങിയെന്ന്. കാരണം ഇബിലീസ് ഇപ്പോൾ കടന്നുറങ്ങാണ്ടെന്നാണ് പറയുന്നത് കേട്ട്. ഞാൻ നൗസൂനെ വിട്ടിക്കണെന്നാണ് കണ്ട്. നൗസ് ഉണ്ടായതുകൊണ്ട് പിന്നെ നിച്ച തോനെ പണിയില്ല എന്നുള്ളതാണ്. മറ്റേത് ഇബിലീസ് ഉറങ്ങലില്ലോ അത്രേ. ഇജുണ്ടാകുകൊണ്ട് ഇജും കുഞ്ഞാമോ നമ്മളെ പമ്പൈസ് മൂലിയർ ഉണ്ടാകുകൊണ്ട് ഇപ്പോൾ ഇബിലീസ് വരെ കടന്നുറങ്ങുകയാണെന്നാണ് പറയുന്നത്. കാരണം അത്രമാത്രമല്ലേ പറഞ്ഞു കൂട്ടണത്. ആരൊക്കെ പറയണത്, എന്തൊക്കെ പറയണത്. ഇപ്പോൾ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പേരോട് ഉസ്താദ് ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ പേരോട് ഉസ്താദ് പറഞ്ഞു, ഇബിലീസിൻ്റെ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ഇബിലീസിനിക്ക് വരാൻ സാധിക്കൂല, ഒരിക്കലും കഴിയൂല. സത്യമാണ്. റസൂലുള്ളാഹിൻ്റെ ഭാവത്തിലും റസൂലുള്ളാഹിൻ്റെ രൂപത്തിലും തലീകെട്ടിലും
ആ വസ്ത്രത്തിലും ആ രൂപത്തിലായിക്കൊണ്ട് ഒരിക്കലും ഇബ്ലീസിനക്ക് പ്രത്യക്ഷപ്പെടാൻ കഴിയുകയില്ല. എന്നാൽ ഇബ്ലീസിനക്ക് പറയാം, ഞാൻ റസൂലുള്ളയാണ്, ഞാൻ നബിയാണ്, ഞാൻ ജിബ്രീലാണ്, ഞാൻ അബൂബക്കർ സിദ്ദീഖാണ്, ഉമർ ബിൻ ഖത്താബാണ്, അലി ബിൻ മുർത്തദയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയാം. ആർക്ക്? ഇബ്ലീസിന് പറയാലോ, ഇബ്ലീസിനെ പറയാൻ കഴിയുമല്ലോ. അപ്പോൾ ഇബ്ലീസ് ചിലപ്പോൾ സ്വപ്നത്തിൽ വന്നിട്ട് ചിലപ്പോൾ ഞാൻ മുഹമ്മദ് നബിയാണെന്ന് പറയും. അങ്ങനെയൊക്കെ വന്നേക്കാം. ആ സമയത്ത് യഥാർത്ഥ രൂപത്തിൽ റസൂലുള്ളാഹിൻ്റെ യഥാർത്ഥ സാക്ഷാൽ റസൂലുള്ളയാണ് എന്നുള്ള ആ രൂപത്തിൽ ഒരിക്കലും എന്ത് വരാൻ കഴിയൂല, ജിബ്രീലിനക്ക് ഈ ഇബ്ലീസിനക്ക് വരാൻ കഴിയൂല എന്ന് വേറൊരു ഉസ്താദ് പറഞ്ഞു. ഈ വിഷയത്തെ വളച്ചൊടിച്ച് എന്തെല്ലാം കുപ്രചരണങ്ങൾ ഉണ്ടാക്കിയെന്നറിയങ്ങൾ, എന്തെല്ലാം കുപ്രചരണങ്ങൾ ഈ ഹംക്ക് ഉണ്ടാക്കിയെന്നറിയോ? കാരണം പണ്ട് ഈ കൊറോണയുടെ സമയത്താന്ന് തോന്നുന്നുണ്ട്, AP ഉസ്താദ് കുറച്ച് മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിഷയം AP ഉസ്താദ് പറഞ്ഞപ്പോൾ പത്രക്കാരത് വളച്ചൊടിച്ചു. എന്താ പറഞ്ഞറിയോ? സ്ത്രീകളെ പ്രസവിക്കാനേ പറ്റൂ, അല്ലെങ്കിൽ സ്ത്രീകളെ പ്രസവിക്കാനേ കഴിയൂ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ മാത്രമേ ഓലെ പറ്റുള്ളൂ എന്നുള്ളടത്ത് എത്തി തീർത്തു. AP ഉസ്താദ് പറഞ്ഞ എന്താണ്? സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയൂ, സ്ത്രീകളെ കൊണ്ടേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് AP ഉസ്താദ് പറഞ്ഞത്. അത് വളച്ചൊടിച്ചിട്ട് എന്ത് ചെയ്തു? സ്ത്രീകളെ പ്രസവിക്കാനേ പറ്റൂ എന്നുള്ളിടത്തേക്ക് എത്തിച്ചു ചാനലുകാർ. ഈ ചാനലുകാർ എത്തിക്കലോടുകൂടെ മുഴുവൻ ഈ വഹാബി പെണ്ണുങ്ങളും എന്ത് ചെയ്തു? റോട്ടിക്കണിറങ്ങി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടക്കുക. അപ്പോൾ ആ മുദ്രാവാക്യം വിളിച്ചപ്പോഴാണ് AP ഉസ്താദിൻ്റെ മക്കൾ പൊന്നാര പെണ്ണുങ്ങളെ AP ഉസ്താദ് പറഞ്ഞ് നിങ്ങൾ ശരിക്കൊന്ന് കേൾക്കുകയും നിങ്ങൾ കേട്ടുകാണ്ട് ചാടിയും. അപ്പോൾ പോയി കാണ്ട് പെരയിലിരുന്ന് കാണ്ട് തിരുമ്പി കുളിച്ച് ചാടിയൊക്കെ പോലെ പ്രകടനമൊക്കെ കയ്യിൽ ചെന്ന് കാണ്ട് വിളിച്ച് നോക്കുമ്പോൾ, ഇത് ചാനലിൽ നോക്കുമ്പോൾ AP ഉസ്താദ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പറഞ്ഞത്. സ്ത്രീകൾക്കേ പ്രസവിക്കാൻ കഴിയൂ എന്നാ പറഞ്ഞത്. അതല്ല സ്ത്രീകളെ പ്രസവിക്കാനേ പറ്റൂ എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. അത് ചാനലുകാരുണ്ടാക്കിയതാണ്. എന്നതുപോലെ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം ജനങ്ങൾ മധ്യത്തിലേക്ക് വളച്ചൊടിയിട്ടിട്ട് അതിനെ വക്രീകരിക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിച്ച ഈ നൗഷാദ്, എന്നിട്ട് ജിഫ്രി തങ്ങളൊക്കെ ആലമുൽ അർവാഹിലേക്ക് അങ്ങോട്ട് ഉയർത്തി പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും ഉയർത്തി പറഞ്ഞപ്പോൾ ഒരു തവണ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ രൂപത്തിൽ ഇബ്ലീസിനിക്ക് വരാൻ കഴിയൂല, എന്നാൽ ഇബ്ലീസിനിക്ക് റസൂലുള്ളയാണെന്ന് പറയാൻ കഴിയും, സ്വപ്നത്തിൽ അങ്ങനെ പറഞ്ഞേക്കാം എന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞപ്പോൾ ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ അമരക്കാരനായ സയ്യിദുൽ ഉലമ, ലക്ഷോപലക്ഷം ജനങ്ങൾ അംഗീകരിക്കപ്പെടുന്ന ആ പണ്ഡിതനെ ജനമധ്യത്തിലിട്ടുകൊണ്ട് തങ്ങളെ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് കുഞ്ഞേമതും ഈ പമ്പൈസ് മോര്യരും ഈ നൗഷാദുമാകുന്നു. വേറെ ആരും പറഞ്ഞിട്ടില്ല. എന്തേ കാരണം അറിയോ? ഹക്കായ രൂപത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞു, ഹക്കായ രൂപത്തിൽ പേരോട് ഉസ്താദ് പറഞ്ഞു. ഹക്ക് പേർക്ക് അറിയാത്തത് കൊണ്ട് അല്ലാഹു അഅലം എന്താ അറിയില്ല. ഏതായാലും എന്നിട്ട് ഇപ്പോൾ വീണ്ടും ആ വിഷയത്തെ ഇങ്ങനെ വക്രീകരിച്ച് വന്നപ്പോൾ നമ്മുടെ MT അബൂബക്കർ ദാരിമി എന്ത് ചെയ്തു? ആ വിഷയത്തെ മൂപ്പരുടെ ദർസിലുള്ള കുട്ടികളുടെ ഇടയിൽ വെച്ചുകൊണ്ടുള്ള ആ സമാജാവസരത്തിൽ മൂപ്പരെന്ത് ചെയ്തു? ആ വിഷയത്തിൻ്റെ തെളിവുകളുമായി കൊണ്ട് സംസാരിച്ച് മൂപ്പര് പറഞ്ഞു, ഇതൊന്നും വെറുതെ റോഡുകളിലൂടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതല്ല. നമുക്കെന്ത് ചെയ്യാം? ഒരു വട്ടമേശയിലിരുന്ന് നേർക്ക് നേരെ മുഖാമുഖം കിതാബിൽ നോക്കിക്കൊണ്ട് തെളിവുകൾ നോക്കി ഉദ്ധരിച്ചുകൊണ്ട് പറയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നൗഷാദ് അത് വേറെ കോലത്തിലാക്കി മാറ്റി. നാം ഒന്ന് കേട്ടു നോക്കൂ. അബൂബക്കർ ദാരിമി ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. നമുക്ക് പറയാൻ ഈ വിഷയം നമുക്ക് നേരിട്ട് ആരുമായിട്ടും എന്തെങ്കിലും നമുക്ക് ഇതിനെ വാശിയോ വക്കാണമോ അല്ലല്ലോ, നമുക്കൊരു വൈജ്ഞാനിക ചർച്ച എന്ന നിലക്ക് കണ്ടില്ലേ? വാശിയോ വക്കാണോ ഒന്നും അല്ലാത്ത രൂപത്തിൽ ചെയ്യാമെന്നാ പറഞ്ഞത്. ഇത് നമ്മുടെ പല ഗുരുവര്യന്മാരും അവരുമായിട്ടുള്ള നമ്മുടെ ചർച്ചകളിലൊക്കെ അവരൊക്കെ അഭിപ്രായപ്പെട്ടതൊക്കെ വെച്ചുകൊണ്ട് നമ്മളിത് സംസാരിക്കുമ്പോൾ
ഇനി ആർക്കെങ്കിലും ഇത് ഇങ്ങനെ ഓൺലൈനിലല്ലാതെ ഓൺലൈനിൽ ഇങ്ങനെ കേൾക്കാന്ന് പറയുമ്പോൾ അതിനൊക്കെ ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്, സമയക്കുറവുണ്ടാവും. നമുക്കും ഒരുപാട് സമയക്കുറവുകളുണ്ട്. ഇതേപോലെ നീണ്ട സമയം പ്രസംഗിച്ചു നിൽക്കാനുള്ളൊരു സന്ദർഭമല്ല. അപ്പൊ അത് നേരിട്ട് ഓരോ ഇബാറത്തുകളെ സംബന്ധിച്ചും ആ ഇബാറത്തിനെ ആഴത്തിൽ വിശകലനം ചെയ്യുവാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ അടുക്കൽ വന്ന് വരാനും സംസാരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് വളരെ കൃത്യമായ സന്തോഷം മാത്രമാണുള്ളത് എന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് കണ്ടോ, ഇതാണ് MT ഉസ്താദ് പറഞ്ഞത്. ഇതാണ് MT ഉസ്താദ് പറഞ്ഞത്. നമുക്കെന്ത് ചെയ്യാം, ചാനലിലൂടെയും മറ്റും ചർച്ച ചെയ്ത് കാണ്ട് അത് സംസാരിക്കുന്നതിനൊക്കെ പകരം നമുക്ക് ഇരുന്ന് കാണ്ട് സംസാരിച്ച് നല്ല രൂപത്തിലാക്കാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും വരാം എന്നുള്ള രൂപത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളെ MT അബൂബക്കർ ദാരിമി പറഞ്ഞത്. ഈ വിഷയത്തെ നൗഷാദ് ആ വെല്ലുവിളി സ്വീകരിച്ചു അങ്ങനെ എന്തോന്ന് പറയുന്നത് ഇൻഷാല്ലാ കേട്ടിട്ട് നമുക്ക് എന്താ പറയുന്നത്. വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു, തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ദാരിമി. ഈ വിഷയത്തിൽ എവിടെ വെല്ലുവിളിച്ചത്? ഇവരങ്ങോട്ട് പറയാം ദാരിമി വെല്ലുവിളിച്ചു. ദാരിമി പറഞ്ഞ എന്താണ്, നല്ല മനസ്സോടുകൂടെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യ സമാധാനത്തോടു കൂടെ എന്നാണ്. ഞങ്ങൾ 1000 വട്ടം റെഡിയാ, ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നമില്ല. എന്താ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളി. അതെന്താടാ ഇങ്ങനെ വെല്ലുവിളിച്ച് 1000 വട്ടം റെഡിയാണെന്നുണ്ട്. 1000 കുതിരശക്തിയോട് കൂടെ റെഡിയാണ് അങ്ങനെ പറയില്ല. അങ്ങനെ കുതിരശക്തി ഉണ്ടായാലുണ്ടല്ലോ എൻ്റെ കയ്യിൽ അതില്ല. പാണ്ടിക്കാട് കുഞ്ഞാനൊന്ന് കണ്ടാൽ മതി. എന്നാൽ മറ്റേത് 1000 കുതിരശക്തിയൊക്കെ പറയലുണ്ട്. 1000 വട്ടം റെഡിയാണെന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. നേരിട്ട് കത്ത് കൊടുക്കലാണോ, മധ്യസ്ഥനെ നേരത്തെ വെക്കലാണോ, എന്താ വേണ്ടത് പറഞ്ഞോളൂ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നേർക്ക് നേരെയുള്ള വ്യവസ്ഥാപിതമായ ഏത് ചർച്ചക്കും സാവിയത്ത് സൂഫിയ റെഡി. സാവിയത്ത് സൂഫിയാണ് കേട്ടോ, സാനിയ അല്ല കേട്ടോ. സാനിയത്ത് സൂഫിയ അല്ല, സാവിയാണ്. വെക്കണ്ട. അത് മറ്റേ ആള് റെഡി എന്ന് പറഞ്ഞ പോലെ അവരെ ഞങ്ങൾ മുന്നിലുണ്ടാവും. ആരെ ചങ്ങ എന്നെ വെല്ലുവിളിച്ച് മാന്യമായിട്ട് മറുപടി കൊടുക്കാൻ വയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ കൊടുക്ക്. MT അബൂബക്കർ ദാരിമി പറഞ്ഞേന് കൊടുക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ കൊടുക്ക്.